നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നമ്മുടെ കുട്ടികളെല്ലാം 2026-27 അധ്യയന വർഷം ഒരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ്. ഒന്നുകിൽ എഞ്ചിനീയറിംഗ് ബിടെക് പ്രവേശനം, അല്ലെങ്കിൽ MBBSും BDSും അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഒക്കെ ഉൾപ്പെടുന്ന മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ്, അതുമല്ലെങ്കിൽ BPharm, അതുമല്ലെങ്കിൽ BArch ആർക്കിടെക്ചർ, ഇതൊന്നും അല്ലെങ്കിൽ നീറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫിസിയോതെറാപ്പി പോലെയുള്ള പുതിയ കോഴ്സുകൾ. ഏതെങ്കിലും ഒരു കോഴ്സിൽ പ്രവേശനം നേടുന്നവർക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കീം 2026 നോട്ടിഫിക്കേഷൻ. ഏതാണ് വെബ്സൈറ്റ്? cee.kerala.gov.in, കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റാണിത്. ഈ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതും നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ ഓപ്ഷനുകൾ കൊടുക്കേണ്ടതും അഡ്മിഷൻ എടുക്കേണ്ടതുമെല്ലാം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷനുടേത്. കീം 2026 ഏതൊക്കെ കോഴ്സുകളാണ് അതിനകത്തുള്ളത്? നമ്മൾ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ്, MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ, BPharm, ആർക്കിടെക്ചർ, ഇങ്ങനെ 4 തരത്തിലുള്ള കോഴ്സുകളാണ് ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ ഏതൊരു വിദ്യാർത്ഥിക്കും ചെയ്യാൻ സാധിക്കുന്നത്. ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 4 കോഴ്സുകളിൽ ഏത് വേണമെങ്കിലും അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും BPharmനും ആർക്കിടെക്ചറിനും ഒക്കെ 4 കോഴ്സിനും ഒക്കെ വേണമെങ്കിൽ അപേക്ഷകൾ തയ്യാറെടുക്കുകയും അപേക്ഷ കൊടുക്കുകയും അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് എടുക്കുകയും ഒക്കെ ആവാം. അപ്പം അങ്ങനെ കീം 2026 നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണിത്. അപ്ലൈ ചെയ്യാൻ തുടങ്ങിയോ? ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയോ? ഇല്ല. സാധാരണ ഫെബ്രുവരി മാസത്തിൽ 2026 ഫെബ്രുവരിയിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് ജനുവരി പകുതിയോടുകൂടിയൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ് ഇപ്പോഴത്തെ പുതിയ നോട്ടിഫിക്കേഷൻ? കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏറ്റവും ഉടനെ തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിന് ചില സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷന് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട എല്ലാ കാറ്റഗറിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും തയ്യാറാക്കേണ്ട ചില സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷനാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ, അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും അവ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ, തിരുത്താൻ സാവകാശം നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെക്കേണ്ട നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉടൻ ആരംഭിക്കും. ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം, ഈ അടുത്ത അധ്യയന വർഷം ആഗ്രഹിക്കുന്ന എല്ലാവരും, നീറ്റ് എഴുതുന്നവർ, കേരള എഞ്ചിനീയറിംഗ് എഴുതുന്നവർ, കേരള BPharm എഴുതുന്നവർ, നേറ്റയുടെ ആർക്കിടെക്ചർ എഴുതുന്നവർ, ഈ വിഭാഗത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും തയ്യാറാക്കി വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അത് തയ്യാറാക്കി വെക്കാനുള്ള അറിയിപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ 4 കോഴ്സുകൾക്കും വേണ്ട വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണിത്. സാവകാശമെടുത്ത് ധാരാളം റിസർവേഷനുകൾ, ധാരാളം സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ധാരാളം റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് സാവകാശം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു വെക്കേണ്ടത് പറയാം. അതിനുശേഷം ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള റിസർവേഷനുകളെക്കുറിച്ചും പറയാം. ഉദാഹരണത്തിന് എല്ലാവരും തയ്യാറാക്കി വെക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതുപോലെ തന്നെ ഫോട്ടോയെ, സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും തയ്യാറാക്കി വെക്കേണ്ടത്. ഇനി OBC റിസർവേഷൻ ഉള്ളവർ, EWS റിസർവേഷൻ ഉള്ളവർ, മൈനോറിറ്റി റിസർവേഷൻ ഉള്ളവർ, കൃഷിക്കാരുടെ മക്കൾ, ഫീസ് ആനുകൂല്യത്തോടെ പഠിക്കാൻ OEC റിസർവേഷൻ ഉള്ളവർ, ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടവർ, NRI സീറ്റ് കൊടുക്കേണ്ടവർ, എക്സ് സർവീസ്മാൻ റിസർവേഷൻ ഉള്ളവർ, സർവീസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കായിട്ടുള്ള ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ
അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, NCC കോട്ട, അങ്ങനെ ഏതാണ്ട് 30-ലധികം സർട്ടിഫിക്കറ്റുകൾ, വിവിധ തരം സർട്ടിഫിക്കറ്റുകളൊക്കെ വിവിധ കുട്ടികൾക്കായിട്ടുണ്ട്. അപ്പം ഒരു കുട്ടിക്ക് തന്നെ ഒന്നിലധികം റിസർവേഷനുകളൊക്കെ കേരളത്തിൽ കീം 2026 വഴി ലഭിക്കും. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അവനവന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നോക്കി അതിനെക്കുറിച്ച് അതിൻ്റെ ഫോർമാറ്റുകളെല്ലാം കാണിച്ചു തരാം. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഏത് രീതിയിൽ തയ്യാറാക്കണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ സമയമെടുത്ത് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ച് നിങ്ങൾ ഒരു ജനുവരി അവസാനത്തിന് മുമ്പായിട്ട് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയാക്കി വെക്കുക. ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. ഈ വർഷം പക്ഷേ പതിവിൽ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ജനുവരിയൊക്കെ അവസാനത്തോടുകൂടി തുടങ്ങുമായിരിക്കാം. തുടങ്ങിക്കഴിഞ്ഞാൽ 3 ആഴ്ച സാവകാശം കിട്ടും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും. സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അവ വരുത്താനുള്ള സാവകാശമൊക്കെ നമുക്ക് നൽകും. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും ഓരോരോ കാറ്റഗറിയെക്കുറിച്ചും പ്രത്യേകമായിട്ട് നമുക്ക് സംസാരിക്കാം. സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെക്കുറിച്ചും സംസാരിക്കാം. ആദ്യം കീം 2026 ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കി മനസ്സിലാക്കാം. കീം 2026 വിവിധ സംവരണ ആനുകൂല്യ സർട്ടിഫിക്കറ്റുകൾ മുൻകൂർ തന്നെ നിങ്ങൾ മേടിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത. നമുക്ക് ഈ അടുത്ത അധ്യയന വർഷം ഈ മേഖലയിൽ എവിടെയെങ്കിലും ഒരു പ്രവേശനം നേടണമെങ്കിൽ നമുക്ക് ഇപ്പം നീറ്റായിരിക്കാം നമ്മൾ പരീക്ഷ എഴുതുന്നത്. പക്ഷേ കേരളത്തിൽ MBBS, BDS, അഗ്രികൾച്ചറോ വെറ്റിനറിയോ ഒക്കെ പോലെയുള്ള മെഡിക്കൽ കോഴ്സിന് പ്രവേശനം വേണമെങ്കിൽ നമ്മൾ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അപ്പം അതിനൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം റവന്യൂ അധികാരികളിൽ നിന്ന്, വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് പ്രത്യേകം പറയാം. ഇത് എല്ലാവരും മേടിക്കേണ്ടതല്ല. ഇതിപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ ആദ്യം പറയുന്നതാണ്, അതിനുശേഷം എല്ലാവരും മേടിക്കേണ്ടത് പറയാം, അതിനുശേഷം OBC-കാരുടെ ഓരോ ഘട്ടമായിട്ട് പറയാം. ആദ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ ഓടിച്ച് നോക്കാം. അപ്പം നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. രണ്ടാമതായിട്ട് SC/ST വിഭാഗക്കാർക്കായിട്ട് തഹസീൽദാർ എന്നുള്ള സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. OEC വിഭാഗം, അതർ എലിജിബിലിറ്റി കമ്മ്യൂണിറ്റി, ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ളവർക്കുള്ള വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ OEC വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്. അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ആർക്കാണോ ആ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും മേടിക്കുന്നത്. അതുപോലെ തന്നെ മിശ്ര വിവാഹിതരുടെ വക്കവർക്ക് ഇന്റർ കാസ്റ്റ് മാരിയ സർട്ടിഫിക്കറ്റ്. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC-യോ ST-യോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ട സർട്ടിഫിക്കറ്റുകൾ. വിദ്യാർത്ഥികളുടെ ജന്മസ്ഥലം കാണിക്കുന്ന, നേറ്റിവിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജുകളിൽ മൈനോറിറ്റി സീറ്റിന് വേണ്ടിയിട്ടുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ വിഭാഗത്തിൽ മാത്രം NRI സീറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക ഫീസുള്ള NRI സീറ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ NRI സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ നമുക്കറിയാം അതിൽ നമ്മളൊരു NRI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ NRI മാത്രമായി പോകുമോ? ഒരിക്കലുമില്ല. നല്ല മാർക്കും നല്ല റാങ്കും ഉണ്ടെങ്കിൽ NRI കൊടുത്താൽ പോലും നമുക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടും. ഇനി തിരിച്ച് നമ്മൾ വിദേശത്താണ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത്, NRI സീറ്റ് മാത്രമേ കിട്ടുള്ളൂ? അല്ല, നല്ല റാങ്കും മാർക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റും കിട്ടും. ഇനി നമുക്ക് അല്പം മാർക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്കൊരു കോളേജിൽ പ്രവേശനം വേണമെന്നുണ്ടെങ്കിലാണ് NRI സീറ്റ്, NRI സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നീറ്റ് എക്സാം പോലും ആയിട്ടില്ല, ഇപ്പോഴേ NRI സീറ്റ് വേണോ, NRI സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കണോ? ഇപ്പോഴാണെങ്കിൽ നമുക്ക് ധാരാളം സമയമുണ്ട്. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെയുള്ള സമയമുണ്ട്. നീറ്റ് എക്സാം കഴിഞ്ഞ് നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം സാവകാശം നൽകും NRI ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ. പക്ഷേ അത്
നമുക്ക് വളരെ ധൃതി പിടിച്ച് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമുക്ക് സാവകാശം കിട്ടില്ല. അപ്പം NRI സീറ്റിന് ആഗ്രഹിക്കുന്നെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിൽ മാത്രം. എഞ്ചിനീയറിംഗിൻ്റെ NRIക്കോ അതാത് കോളേജുകളിൽ നേരിട്ട് അപ്ലൈ ചെയ്യണം. കേരള എൻട്രൻസ് കമ്മീഷനുമായിട്ട് അതിന് ബന്ധമില്ല. മെഡിക്കൽ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജുകളിൽ MBBSനും BDSനുമാണ് ഈ NRIയുടെ ആവശ്യം. അങ്ങനെ ഒരു സീറ്റിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം. ഇതാണ് കേരള എൻട്രൻസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നിങ്ങൾ കരുതി വെക്കണം. ഇതെല്ലാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പം അപ്ലോഡ് ചെയ്യണമെന്നുള്ള അറിയിപ്പാണ്, നോട്ടിഫിക്കേഷനാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളെ പരിചയപ്പെടാം. ആദ്യം വേണ്ടത് നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്. നമ്മുടെ വിദ്യാർത്ഥി ഒരു ഇന്ത്യൻ പൗരനാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അതിനെന്തായിരിക്കും വേണ്ടത്? ഇന്ത്യയിൽ അഡ്രസ് ഉള്ളൊരു പ്രൂഫ്. ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലെ അഡ്രസ് ഉള്ളൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇന്ത്യയിലെ, കേരളത്തിലെ വേണമെന്നൊന്നുമില്ല, ഇന്ത്യൻ നാഷണൽ ആണെന്ന് കാണിക്കാനായിട്ട് ഇന്ത്യയിൽ അഡ്രസ് ഉള്ള ഒരു പ്രൂഫ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഇന്ത്യൻ അഡ്രസ് ഉണ്ടായാലും മതിയാകും. നിങ്ങൾക്ക് നാഷണാലിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് എന്താണ്? നേറ്റിവിറ്റി. ജന്മസ്ഥലം കേരളം എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി. ഈ നേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ പ്രവേശനം കിട്ടുള്ളൂ. നേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥിയോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചു എന്ന് കാണിക്കുന്ന, ജന്മസ്ഥലം കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേറ്റിവിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്യാം. വിദ്യാർത്ഥി, സ്റ്റുഡൻറ്റ് 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചതെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് എന്നുണ്ട്. അപ്പം നേറ്റിവിറ്റി ആയിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ CBC ISC പഠിച്ച വിദ്യാർത്ഥികൾക്ക് അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇല്ല. അപ്പം നേറ്റിവിറ്റിയുടെ കാര്യത്തിൽ CBCയും ICCയും പഠിച്ചവർക്ക് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് നേറ്റിവിറ്റിയുടെ കോളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് കാരണം? അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇല്ല. എന്നാൽ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഉപയോഗിക്കാം. പിന്നെ ഏത് സർട്ടിഫിക്കറ്റ് പറ്റും? പാസ്പോർട്ട് പറ്റും. പാസ്പോർട്ടിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മുടെ വിദ്യാർത്ഥി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ പാസ്പോർട്ട് മതിയാകും, ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും, അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്. ഇതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് എന്ന് കാണിച്ചത് മതിയാകും. ഇനി അതല്ലെങ്കിലോ, നമ്മുടെ കേരളയുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസിനകത്ത് ഈ ഒരു ഫോർമാറ്റ് കിട്ടും, സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് നേറ്റിവിറ്റി ഫോർ കേരളൈറ്റ്സ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചതാണെന്ന് വില്ലേജ് ഓഫീസറെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കാം. ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസറെ കൊണ്ടിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചാൽ മതി. ഇനി ഇതൊക്കെ കുട്ടി കേരളത്തിൽ ജനിച്ചപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ച കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചിട്ടില്ല. അദ്ദേഹം കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ ദുബായിലോ UK ഒക്കെയാണ് കുട്ടി ജനിച്ചതെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കാൻ സാധിക്കും? അച്ഛനോ അമ്മയോ, ഇൻ കേസ് എനി ഓഫ് ദ പേരൻസ് ആർ ബോൺ ഇൻ കേരള, പേരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചാൽ മതി, കേരളൈറ്റ് ആവും. അപ്പം ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് പൂരിപ്പിക്കണ്ട. ഏത് കേസിൽ? കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല, ഇത് പൂരിപ്പിക്കണ്ട. ഈ ഭാഗം മാത്രം പൂരിപ്പിക്കുക വില്ലേജ് ഓഫീസറെ കൊണ്ട്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്ന് ഈ ഭാഗം പൂരിപ്പിച്ചിട്ട് അപ്ലോഡ് ചെയ്താലും നേറ്റിവിറ്റി ആകും. ഇനി അതും കിട്ടിയില്ലെങ്കിലോ, അച്ഛൻ്റെയോ അമ്മയുടെയോ പാസ്പോർട്ട്, അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ് പ്ലസ് കൊറോബറേറ്റീവ് സർട്ടിഫിക്കറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ, കുട്ടിയുടെ 10ാം ക്ലാസ്, അതും കൂടെ ഒരുമിച്ച് വെച്ചാലും നേറ്റിവിറ്റി ആകും. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ. ഇനി കാൻഡിഡേറ്റ്, വിദ്യാർത്ഥിയും അച്ഛനും അമ്മയും കേരളത്തിൽ ജനിച്ചിട്ടില്ല, പക്ഷേ കേരളൈറ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ പഠിച്ചാലും
കേരളൈറ്റ് ആണ്, NK1 നോൺ കേരളൈറ്റ് 1 എന്ന് പറയും, അവർക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടും. അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല, 8 മുതൽ 12 വരെ പഠിച്ചാലും മതിയാകും. അപ്പോൾ എന്താണ് വേറൊരു പ്രശ്നം അവിടെ? കമ്മ്യൂണൽ റിസർവേഷൻ ഒന്നും ലഭിക്കില്ല. നമ്മൾ OBCയോ EWSയോ SC ST ഒന്നും നമുക്ക് റിസർവേഷൻ കിട്ടില്ല. റിസർവേഷൻ കിട്ടണമെങ്കിൽ അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കണമായിരുന്നു. ഈ കേസിൽ അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് +2ൻ്റെ പ്രിൻസിപ്പിൾ ഒപ്പിട്ട് തന്നാലും നമുക്ക് നേറ്റിവിറ്റി ആകും. തമിഴ്നാട്ടിലുള്ളൊരു കുട്ടി കേരളത്തിൽ വന്ന് താമസിക്കുകയാണ്, അങ്ങനെ താമസിച്ച് ഇവിടെ പഠിച്ചു, 8 മുതൽ 12 വരെ പഠിച്ചെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് +2 അധ്യാപകനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്താൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആകും. അപ്പോൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും ചെയ്യേണ്ടത്: നാഷണാലിറ്റി, മറ്റൊന്ന് നേറ്റിവിറ്റി. ഇനി ഏതാണ് പ്രധാനപ്പെട്ടത്? ഡേറ്റ് ഓഫ് ബർത്ത്. അതിന് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. പിന്നെ വേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, മുഖം 80% വലിപ്പമുള്ള ഒരു ഫോട്ടോഗ്രാഫും ഒരു സിഗ്നേച്ചറും. ഇത്രയും കാര്യമാണ് നോർമലായിട്ട് എല്ലാവരും കരുതേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് റിസർവേഷൻ വിഭാഗത്തിലേക്ക് വരാം. കേരളത്തിൽ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും മെഡിക്കലിനാണെങ്കിലും BPharmനാണെങ്കിലും BArcനാണെങ്കിലും ഈ രീതിയിലാണ് റിസർവേഷൻ. സ്റ്റേറ്റ് മെറിറ്റിൽ 50% യാതൊരുവിധ റിസർവേഷനും നോക്കാതെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കും. ബാക്കി 10% EWS ജനറൽ വിഭാഗത്തിൽപ്പെട്ട് വരുമാനം കുറവുള്ള 4 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കുള്ളതാണ് EWS 10% റിസർവേഷൻ. പിന്നെയുള്ളത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് SC BC സംവരണമാണ് 30%. അത് ഈഴവ കാറ്റഗറിക്ക് 9%, മുസ്ലിം കാറ്റഗറിക്ക് 8%, ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കാത്തലിക്സ് 3%, ധീവര 2%, വിശ്വകർമ്മ 2%, KN കാറ്റഗറി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, KU കാറ്റഗറി 1%, SC ST വിഭാഗത്തിൽ SC 8%, ST 2%. ഇങ്ങനെയാണ് സീറ്റ് സംവരണം അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമ്മളുടെ ജാതി ഏതാണോ അത് വില്ലേജ് ഓഫീസർ തരുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. പലതരത്തിലുള്ള നോൺ ക്രിമിലെയറിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് വേണ്ടത്, കേരള എൻട്രൻസ് കമ്മീഷണർക്ക് വേണ്ടത്, കേരളത്തിൽ എഞ്ചിനീയറിങ്ങോ മെഡിക്കലിനോ പ്രവേശനത്തിന് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത് വേണ്ടത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ OBC റിസർവേഷന്. അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും അധികം കുട്ടികൾക്ക് തെറ്റുപറ്റുന്നതാണ്. തഹസീൽദാർ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല, വില്ലേജ് ഓഫീസർ എന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയുന്ന ഈ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് വില്ലേജ് ഓഫീസറിൽ നിന്നും മേടിക്കേണ്ടത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രത്തിൽ നിന്നുമാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് മേടിച്ചു വെക്കേണ്ടത്. അക്ഷയയിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും. ആരൊക്കെയാണ് OBC വിഭാഗത്തിൽ വരുന്നതെന്നുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ജാതി ഏത് വിഭാഗത്തിൽ വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിൽ ഓരോ കാറ്റഗറി വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റഗറിയിലുള്ളവർ അതിൻ്റെ മെയിൻ കാറ്റഗറി ഏത് വരും, ഈഴവ എന്നുള്ള കാറ്റഗറി വരുന്ന ആരൊക്കെയാണ്, വിശ്വകർമ്മ എന്ന് വരുന്നത് ആരൊക്കെയാണ്, SC വരുന്നത് ആരൊക്കെയാണ്, ST വരുന്ന ആരൊക്കെയാണെന്നുള്ളത് കേരളത്തിൻ്റെ പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ജാതിയുടെ പേര് നിങ്ങളുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ വന്നാൽ മാത്രമേ നമുക്ക് OBC റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. OBC നോൺ ക്രിമിലെയർ കിട്ടാനുള്ള ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ വില്ലേജ് ഓഫീസറോട് ചോദിച്ച് മനസ്സിലാക്കി കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് മേടിച്ച് വെക്കണം. OBC നോൺ ക്രിമിലെയറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് OEC, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി. OBC വിഭാഗമാണെന്ന് വെച്ചാൽ നമുക്ക് സീറ്റിൻ്റെ റിസർവേഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ OEC വിഭാഗത്തിൽപ്പെട്ടാൽ ലിസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് എലിജിബിൾ ഫോർ എഡ്യൂക്കേഷണൽ കൺസെഷൻ, നമുക്ക് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും
ഫീസ് ഇല്ലാതെ ട്യൂഷൻ ഫീസ് ഒഴിവാക്കി 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഭാഗമാണ് OEC. അങ്ങനെ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് OEC വിഭാഗം, ധീവര വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗം, അതുപോലെ തന്നെ SC വിഭാഗം, ST വിഭാഗം, KN വിഭാഗം, KU വിഭാഗം. ഇത്രയും കാറ്റഗറിക്ക് കേരളത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും എൻജിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഏതിനാണെങ്കിലും യാതൊരുവിധ ട്യൂഷൻ ഫീസും നൽകേണ്ടതായിട്ടില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 8.5 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ് എങ്കിൽ SC വിഭാഗമോ ST വിഭാഗമോ ധീവര വിഭാഗമോ രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗമോ OEC വിഭാഗമോ KN വിഭാഗമോ KU വിഭാഗമോ ധീവര വിഭാഗമോ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. അതിൽ ഈ OEC വിഭാഗത്തിന് വരുമാന പരിധി ബാധകമാണ്. OECക്ക് മാത്രം. SC STക്കോ ധീവരയ്ക്കോ KU വിഭാഗത്തിനോ KN വിഭാഗത്തിനോ ഒന്നും വരുമാന പരിധി ബാധകമല്ല. OEC വിഭാഗത്തിന് മാത്രം 6 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം വരുമാനം. ആ 6 ലക്ഷത്തിൽ താഴെ വരുമാന പരിധി കിട്ടുന്ന OEC ഈ വിഭാഗത്തിൽപ്പെട്ടവരെ OEC ആയിട്ട് പരിഗണിക്കുകയും ഇവർക്ക് ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അതാണ് OEC. ഇനി ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS റിസർവേഷൻ ജനറൽ വിഭാഗത്തിൽ പെടുകയും 4 ലക്ഷത്തിൽ താഴെ വരുമാന പരിധി ഉണ്ടാവുകയും പഞ്ചായത്തിലാണെങ്കിൽ 2.5 ഏക്കറിൽ താഴെ സ്ഥലവും ഉണ്ടെങ്കിൽ EWS റിസർവേഷൻ കിട്ടും. വില്ലേജ് ഓഫീസിൽ നിന്നും നിശ്ചിത ഫോർമാറ്റിലാണ് EWS മേടിക്കേണ്ടത്. കീമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം EWS മേടിക്കാനായിട്ട്. ജനറൽ വിഭാഗമായിരിക്കണം, 4 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. ഗ്രാമപ്രദേശമാണെങ്കിൽ മൊത്തം സ്ഥലം 2.5 ഏക്കറിൽ താഴെ ആയിരിക്കണം. പട്ടണപ്രദേശമാണെങ്കിൽ 4 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. മൊത്തം സ്ഥലം 75 സെൻറ്റ് ആയിരിക്കണം. അതിൽ 75 സെൻറ്റിൽ താഴെ ആയിരിക്കണം. അതിൽ 20 സെൻറ്റിൽ ഹൗസ് പ്ലോട്ട് പുരയിടം എന്ന് പറയുന്നത് 20 സെൻറ്റിൽ കൂടാൻ പാടില്ല. മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ മൊത്തം 50 സെൻറ്റ് സ്ഥലമേ ആകാൻ പാടുള്ളൂ. അതിൽ പുരയിടമെന്ന് പറയുന്നത് 15 സെൻറ്റിൽ താഴെ ആയിരിക്കണം. ഈ കാറ്റഗറിയിൽ പെടുന്നവരെ EWSന് അർഹതയായിരിക്കും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളയുടെ നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ ആ ഫോർമാറ്റിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും മേടിക്കണം. ഇനിയുള്ള റിസർവേഷനാണ് എക്സ് സർവീസ്മാൻമാരുടെ മക്കൾക്കുള്ള റിസർവേഷൻ. ഈ ഫോർമാറ്റ് കേരള പ്രോസ്പെക്ടസിൽ നിന്നും ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും സൈൻ ചെയ്ത് മേടിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. ഇത് DK വിഭാഗം എന്ന് പറയും. അതായത് സർവീസിലിരിക്കുമ്പോൾ മരണപ്പെടുകയോ കാണാതാവുകയോ ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്തവരുടെ മക്കൾക്കായിട്ടുള്ള ആനുകൂല്യമാണ്. നമ്മൾ സൈന്യത്തിലൊക്കെ സേവനമനുഷ്ഠിക്കുമ്പോൾ യുദ്ധസമാന സാഹചര്യത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ DK എന്ന വിഭാഗത്തിൽ നമുക്ക് പെടും. ആ DKയിൽ കിട്ടണമെങ്കിൽ ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഏറ്റവും അവസാനം എവിടെയാണോ ജോലി ചെയ്തിരുന്നത് അവിടുത്തെ കമാൻഡന്റിനെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് അല്ലെങ്കിൽ ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്ന് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നമ്മൾ സൈന്യത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക, നമ്മൾ മുമ്പേ പറഞ്ഞ യുദ്ധസമാന സാഹചര്യത്തിലാണ്. ഇത് നമ്മൾ സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടവരുടെ മക്കൾക്കായിട്ടുള്ള ഡൈഡ് ഇൻ ഹാർനസിന് HR എന്ന റിസർവേഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറിനെ കൊണ്ട് അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ ഫോർമാറ്റും കേരള പ്രോസ്പെക്ടസിലുണ്ട്. ഈ കാറ്റഗറിക്ക് പറയുന്നത് HR എന്നാണ്. ഇത് ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്ക് SD എന്ന കാറ്റഗറിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഏത് ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ കമാൻഡിങ് ഓഫീസറെ കൊണ്ട് ഈ സർട്ടിഫിക്കറ്റാണ് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് MBBSനുള്ള ഒരു സീറ്റ് നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് കേരളത്തിൻ്റെ തന്നെ നേഴ്സിംഗ് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സീറ്റ് സംവരണമുണ്ട്. ആ വിഭാഗത്തിൽ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള
സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ഇത് ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ വരികയാണെങ്കിൽ ആ കുട്ടി ഒരുപക്ഷെ OBC ആയിരിക്കാം, അല്ലെ കുട്ടി ചിലപ്പം ജനറൽ വിഭാഗമായിരിക്കാം. പക്ഷേ അതിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCയോ STയോ ആണെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അവർക്കും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണെന്നുണ്ടെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കൃഷിക്കാരുടെ മക്കൾക്കുള്ള സംവരണം, അതായത് മെഡിക്കൽ വിഭാഗത്തിൽ അഗ്രികൾച്ചർ, വെറ്റിനറി എന്നീ കോഴ്സുകൾക്ക് കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ള സംവരണം കിട്ടുന്നതിന് ഈ സർട്ടിഫിക്കറ്റാണ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഫിഷർമാൻമാരുടെ മക്കൾക്ക് അവർക്ക് ഫിഷറീസ് എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ടുള്ള സംവരണത്തിനും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്ന വിഭാഗത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഫീസ് ആനുകൂല്യത്തോടുകൂടി പഠിക്കുന്നതിനും ഈ ഒരു സർട്ടിഫിക്കറ്റും വേണം. ഇത് കൂടാതെ FM എന്ന് പറയുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റും കൂടി വേണം. 2 സർട്ടിഫിക്കറ്റുകളും അവർ അപ്ലോഡ് ചെയ്യണം. ഒന്നിതാണ്, ഒന്നിപ്പോൾ അടുത്തതായിട്ട് കാണിക്കാം. രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾക്കായിട്ട് മെഡിക്കൽ വിഭാഗത്തിൽ MBBSനോ BDSനോ മറ്റ് മെഡിക്കൽ വിഭാഗത്തിലെ കോഴ്സുകൾക്കും ഫീസ് ആനുകൂല്യത്തോടുകൂടി ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠിക്കുന്നതിന് ഫിഷർമാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ ഫോർമാറ്റിൽ വേണം മേടിച്ച് അപ്ലോഡ് ചെയ്യാൻ. ഈ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. FM എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഫിഷർമാൻ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യണം. തൊട്ട് മുമ്പ് കാണിച്ച CF എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യണം. ഇത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. ക്രിസ്ത്യൻ വിഭാഗത്തിനും മുസ്ലിം വിഭാഗത്തിനും ന്യൂനപക്ഷ കോളേജുകളിൽ 35% മൈനോറിറ്റി കിട്ടാൻ വേണ്ടി അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് കാണിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിലും മുസ്ലിം മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അല്ലെ മുസ്ലിം എഞ്ചിനീയറിംഗ് കോളേജുകളിലും 35% സീറ്റ് സംവരണം കിട്ടും. സ്വകാര്യ മേഖലയിൽ മാത്രമാണ്, ഗവൺമെൻറ് മേഖലയിൽ ഈ റിസർവേഷൻ ഇല്ല. സ്വകാര്യ മേഖലയിലെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ കോളേജുകളിൽ 35% മൈനോറിറ്റി സീറ്റ് കിട്ടാൻ വേണ്ടി ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് സമുദായിക അംഗങ്ങളിൽ നിന്നല്ല വേണ്ടത്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സ്പോർട്സ് കോട്ട വഴി പ്രവേശനം കിട്ടണമെങ്കിൽ കേരള മെഡിക്കൽ അല്ലെ കേരള എഞ്ചിനീയറിങ്ങിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്യുകയും നമ്മൾ ആപ്ലിക്കേഷൻ്റെ കോപ്പിയും നമ്മൾ 11നും 12ലും ഏതൊക്കെ ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൂടി കേരള സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഇവൻറ്റുകൾക്ക് അത് ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ എന്നീ ഓരോ സർട്ടിഫിക്കറ്റുകൾക്കും പ്രത്യേക മാർക്കുകൾ അലോ ചെയ്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റുകളുടെ മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടിയ എൻട്രൻസിൻ്റെ മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നത്. അതിന് കേരള മെഡിക്കൽ അല്ലെ കേരള എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്യുകയും ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട, സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും കൂടി കേരള സ്പോർട്സ് കൗൺസിലിന് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേരള മെഡിക്കലിന് NCC കോട്ട വഴി പ്രവേശനം കിട്ടാനായിട്ട് നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ NCC എന്ന് സെലക്ട് ചെയ്യുകയും ഡിസ്ട്രിക്ട് NCC ഓഫീസ് വഴി നമ്മളുടെ കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ തിരുവനന്തപുരത്തോട്ട് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പ്രൊസീഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. NCCക്കും നമ്മൾ പ്രത്യേകം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് NCC എന്ന് കാണിക്കുകയും ജില്ലാ NCC ഓഫീസ് വഴി ആ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഇനി NRI ഡോക്യുമെൻറ്റ്സ്. കേരള മെഡിക്കലിന് MBBSനും BDSനും NRI സീറ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ MBBSന് 22 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്, BDSന് 6 ലക്ഷം രൂപയും.
ഈ ഫീസ് കൊണ്ട് നമുക്കൊരു സീറ്റിന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് മാത്രമേ എടുക്കുള്ളൂ എന്നല്ല, ഈ സീറ്റിൻ്റെ ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ NRIയുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസർ നമുക്കുണ്ടായിരിക്കണം. അച്ഛനോ അമ്മയോ നമ്മളുടെ വിദേശത്താണെങ്കിൽ NRI ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ മതി. അച്ഛനോ അമ്മയോ NRI അല്ല എന്നുണ്ടെങ്കിൽ രക്തബന്ധത്തിലുള്ള ഒരു ബന്ധുവിൻ്റെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ NRI സീറ്റ് അനുവദിക്കുകയുള്ളൂ. എന്തൊക്കെ ഡോക്യുമെൻ്റാണ് NRI സീറ്റുകൾക്ക് വേണ്ടിയിട്ട് വേണ്ടത്? എംബസി സാക്ഷ്യപ്പെടുത്തിയ സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ, ഗ്രീൻ കാർഡ്, OCI ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രസ്തുത രേഖയിൽ സ്പോൺസറുടെ ജോലി സംബന്ധിച്ച വിവരം വ്യക്തമാക്കിയിരിക്കണം, വിസയുടെ കാലാവധി അപേക്ഷ സമർപ്പണത്തിൻ്റെ അവസാന തീയതി വരെ, അതായത് 2026 ഡിസംബർ വരെയെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അതിന് അഫിഡേവിറ്റ് കൊടുത്താൽ മതിയാകും. പാസ്പോർട്ടിൻ്റെ കോപ്പി, OCI കാർഡ് എന്നിവയിൽ തൊഴിൽ രേഖപ്പെടുത്താത്ത പക്ഷം എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, എംബസി സാക്ഷ്യപ്പെടുത്തിയ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അച്ഛനും അമ്മയുമാണ് ഇതിലാരെങ്കിലും ഒരാളാണ് സ്പോൺസറെങ്കിൽ ബന്ധം കാണിക്കാൻ, കൊറോബറേഷൻ കാണിക്കാൻ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് മതി, അല്ലെ പാസ്പോർട്ട് മതി. അച്ഛനും അമ്മയും അല്ല സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഇനി അഫിഡേവിറ്റ്, സത്യവാങ്മൂലം, ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർമാറ്റ് ഞാനിപ്പോൾ കാണിക്കാം. സത്യവാങ്മൂലം, സ്പോൺസർ ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ എംബസി സാക്ഷ്യപ്പെടുത്തിയ അഫിഡേവിറ്റ്, മുദ്രപത്രത്തിലൊന്നും വേണ്ട, വെറുതെ എംബസി സാക്ഷ്യപ്പെടുത്തിയ അഫിഡേവിറ്റ്, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഇനി സ്പോൺസർ ഇപ്പോൾ കേരളത്തിലുണ്ടെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ ഈ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ കിട്ടും കുട്ടിയുടെ പേരിൽ. ആ ഈ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മുടെ നോട്ടറൈസ് ചെയ്താൽ മതി. 200 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറൈസ് ചെയ്താലും അഫിഡേവിറ്റ് തയ്യാറാക്കാം. സ്പോൺസർ കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ. സ്പോൺസർ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ OCI കാർഡ് ഹോൾഡർ ആയിരിക്കണം, അല്ലെ PIO കാർഡ് ഹോൾഡർ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇനി റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെയും അഫിഡേറ്റിൻ്റെയും ഫോർമാറ്റ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് മെഡിക്കൽ NRI സീറ്റിന് വേണ്ട അഫിഡേവിറ്റിൻ്റെ ഫോർമാറ്റ്, സത്യവാങ്മൂലം. ഇത് ഇപ്പോൾ സ്പോൺസർ കേരളത്തിലുണ്ടെങ്കിൽ 200 രൂപയുടെ ഈ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറൈസ് ചെയ്യണം. വിദേശത്താണെന്നുണ്ടെങ്കിൽ എംബസി സാക്ഷ്യപ്പെടുത്തിയ അഫിഡേവിറ്റ് ഉണ്ടായിരിക്കണം. അച്ഛനോ അമ്മയോ അല്ല സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഈ NRI ഡോക്യുമെൻറ്റിന് കൂടെ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് NRI സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ പാസ്പോർട്ട്, വിസ, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ, ഇത്രയും നിർബന്ധമായും NRI സീറ്റിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിയുമ്പോൾ. ഇനിയുള്ളത് PWD, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഭിന്നശേഷി വിഭാഗത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കേരള അപ്ലൈ ചെയ്യുന്ന സമയത്ത് PWD എന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിട്ട് ജൂൺ ആദ്യത്തെ ആഴ്ച മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങളെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ മെഡിക്കൽ ബോർഡാണ് നിങ്ങളുടെ ഭിന്നശേഷി എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് നോക്കുകയും നിങ്ങൾക്ക് ആ കാറ്റഗറിയിൽ അനുവദനീയമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു UDID, പെർമനൻറ്റ് UDID ഭിന്നശേഷി കാർഡോ അല്ലെങ്കിൽ PWD റിസർവേഷൻ്റെ കാർഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളത് നല്ലതാണ്. അങ്ങനെ 40% മുകളിലാണ് നിങ്ങളുടെ ഭിന്നശേഷി എങ്കിൽ നിങ്ങൾ PWD വിഭാഗത്തിൽ വരും. അങ്ങനെ PWD വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും നമുക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള എല്ലാവിധ അർഹതയും ഉണ്ടായിരിക്കും. അപ്പോൾ 40% മുകളിലുള്ള PWD വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള അപ്ലൈ ചെയ്യുമ്പോൾ PWD എന്ന് രേഖപ്പെടുത്തുകയും ജൂൺ മാസത്തിൽ കേരള എൻട്രൻസ് കമ്മീഷണർ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവുകയും ചെയ്യണം. കീം 2026 അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞതിലൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഓരോ ഇൻഡിവിജ്വൽ കാറ്റഗറികളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ റിസർവേഷനെ കുറിച്ചും ആ ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെ അറിയുന്നതിന് നിങ്ങൾ ആ വീഡിയോകൾ കാണുക. നമ്മളിപ്പോൾ കീം 2025 പോർട്ടൽ നോക്കിയാൽ കാറ്റഗറി ലിസ്റ്റ് എന്ന് കാണാം. ഈ കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ നമ്മൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തവരാണ്. EWSൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തവർ, അവരുടെ റാങ്ക്, മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ റാങ്ക്, ഈഴവ റിസർവേഷനിലുള്ളവരുടെ റാങ്ക്, അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ളവരുടെ റാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ആ റാങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഓരോ വിഭാഗത്തിനും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ മെഡിക്കലിൻ്റെ ലാസ്റ്റ് റാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റ് മെറിറ്റ്, ഇത് ഈഴവ എന്ന വിഭാഗത്തിൽ വന്നതുകൊണ്ട് മാത്രമായില്ല, വില്ലേജ് ഓഫീസറിൽ നിന്നും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് കൊണ്ടാണ് ഈഴവ എന്ന റിസർവേഷൻ കിട്ടിയത്. ഇത് MU മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല, അവർ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വന്നതുകൊണ്ടാണ് ഇവിടെ MU എന്ന് കിട്ടിയത്. വില്ലേജ് ഓഫീസറിൽ നിന്നും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരെ സ്റ്റേറ്റ് മെറിറ്റിലും പരിഗണിച്ചു, MU ആയിട്ടും പരിഗണിച്ചു. ഇത് ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KN വിഭാഗം, കുശവൻ വിഭാഗം, KU കുടുംബി വിഭാഗം, SC വിഭാഗം, ST വിഭാഗം, EWS വിഭാഗം. ഇത് നമ്മളുടെ കൃഷിക്കാരുടെ മക്കൾ, അതുപോലെ തന്നെ ആയുർവേദം പഠിച്ചു കഴിഞ്ഞവരുടെ മക്കൾ, സ്പോർട്സിൻ്റെ റിസർവേഷന്, എക്സ് സർവീസ്മെൻ്റെ റിസർവേഷന്, NRIയുടെ റിസർവേഷന്, അങ്ങനെയുള്ള സ്പെഷ്യൽ റിസർവേഷനുകൾ. ഈ റിസർവേഷനുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കീം 2026 കേരളത്തിൽ എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ BPharm ആർക്കിടെക്ചറോ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, കേരള എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, കേരള ആർക്കിടെക്ചർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ BPharm അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റ്. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അടുത്ത മാസം ജനുവരി അവസാനത്തോടുകൂടി ക്ഷണിക്കും. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.